അടയ്ക്ക നല്ല മീണ്ട് ഇവിടെ. ഇരീനാണ് ആ മലക്കാൻ പറയണേ. ഇവിടെ നല്ല മീണ്ട് കണ്ടജ്. ബിരാലും ആരിലൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ. ഇന്നൊരു കോളൊത്തിക്കണ്. ഇരുമീനൊക്കെ പോണ്. 1 2 ഇവിടെ നല്ല വീണ്ടിട്ടോ. ഇരുമീനാണ് പോയത്. നല്ല രസമുള്ള മീനേക്കാരെ. എനക്ക് ഇനി വല്ല ആയുസല്ല മീനെ. ഒച്ച ഉണ്ടാക്കി അയച്ചാളെ പായിപ്പിച്ചോണ്ടഞ്ച്. വലിയ മീൻ പോയാലെത്താ. എനിക്ക് പെരലല്ലേ ഇഷ്ടം. ഇച്ച് വരലട്ടോ ഇഷ്ടം. അളിയാ പെരലിനെ മനസ്സന്മാരാരെയും തിന്നു. ഇപ്പൊ ഞാൻ തുപ്പിയ തുപ്പലും കഫൊക്കെ അതിന്റെ തൊള്ളിയിലുണ്ടാവും. അതാരെയും നന്നാക്കലുണ്ടോ? തല പോലും മുറിച്ചു ഒഴിവാക്കാതല്ലേ മനസ്സന്മാരതിനെ തിന്നണ്. അത് ശരിയാണല്ലോ. അളിയന്റെ ഒരു ബുദ്ധി. എന്റെ പറച്ചിലാട്ടാ തോന്നുന്നു. ഞാൻ എപ്പോഴെങ്കിലും ശരി അറിയലുള്ളൂ. എന്നാ നമുക്ക് തോട്ടം പൊട്ടിച്ചല്ലേ. തിരക്കൂട്ടല്ലേ. 1 മിനിറ്റ് ഞാൻ കുടിയൊക്കൊന്ന് വിളിച്ചോട്ടെ. ഹലോ. നബീസ, ഇന്ന് ഇനി മീൻകാരോടൊന്നും മീൻ വാങ്ങണ്ട. ഞാൻ നല്ല പൊയ്മീൻ കൊണ്ടുവരാം. ഇരീനും ബിലാലൊക്കെ ഉണ്ടാവും. ഉണ്ടാവൂലേ? ഉണ്ടാവേ. അപ്പളേ ഇതൊരു കാര്യം ചെയ്തു. എളുപ്പത്തിൽ കുറച്ച് മല്ലിമുളക് വരച്ചു. ഉപ്പ് പാകത്തിന് മതി. കാട്ടം കളഞ്ഞ് പൊരിച്ചാ മതിട്ടോ. എന്നാ ശരി, വെക്കട്ടെ. വീരാക്ക് തീറ്റ കൊടുക്കാൻ നമ്മള് കുറച്ച് അണ്ടിപ്പരിപ്പ് തേങ്ങ പഞ്ചാരൊക്കെ ഇട്ട് നെയ്യിലിട്ട് മൂപ്പിച്ച് കൊണ്ടുതക്കണ് എടുക്കട്ടെ. എന്നെ അങ്ങനെയാണെങ്കിൽ ചാകാൻ പോണ മീനൊക്കെ കൊടുക്കണം. ഞമ്മക്കാണ് തിന്നാ പോയി കാട്ടിയാച്ചി. ഇച്ചിപ്പ അതല്ല, ബിരാലിനൊന്നും മുറിച്ചാൻ പറ്റിയ കത്തി പേരയില്ല. സാരില്ല, നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങാം. പയ മുറിച്ചാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരുക്കും കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ കത്തിക്കല്ലേ. നിങ്ങളൊക്കെ നമ്മൾ കാണിച്ചറ വീരാളെ. അങ്ങോട്ട് ഇട്ടോളിട്ടാളിയാ. അന്റെ കമ്പിള് കാണിച്ചരടി. അല്ലല്ലേ എങ്ങോട്ടോ ഞാൻ ശരിയല്ല. ഇട്ടാ മതി അളിയാ. ഇട്ടാളിയാ. അല്ല എങ്ങോട്ടാലേ ശരിയുള്ള അളിയാ. ബസിന്റെ പൈസ നിങ്ങളെല്ലാം എടുത്താളിയാ. അതോട് നിങ്ങൾ ഇട്ടാളിയാ. കുടിച്ച് ഇങ്ങോട്ടാലേ കുട്ടികള് കുടിച്ചളിയാ. അളിയാ അളിയോ അളിയാ ആവിയായി പോയല്ല അടിച്ചോനെ. വരാൻ കുറച്ചും കൂടി താമസമുണ്ട്. ഇതൊരു കാര്യം ചേച്ചി, കുറച്ച് തേങ്ങ കൂടി അരച്ച മുളക് കിട്ടി തേങ്ങാ ചമ്മന്തി ആക്കിക്കളാം. ഇപ്പൊ മീനേക്കാളും ചാതി ചമ്മന്തിക്ക. വേറൊന്നുമില്ലല്ലോ, വെക്കട്ടെ.